ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന ലോകം, ഈ സംഘർഷങ്ങൾ, ഈ യുദ്ധങ്ങൾ, ഈ രാഷ്ട്രീയ നീക്കങ്ങൾ 25 വർഷങ്ങൾക്ക് ശേഷം ചരിത്ര പുസ്തകങ്ങളായി മാറും. അന്ന് കുട്ടികൾ ചോദിക്കും, ലോകം ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരുന്ന സമയത്ത് ഒരു രാജ്യം എങ്ങനെ എല്ലാവരോടും സൗഹൃദം നിലനിർത്തി? അവിടെ ഒരു പേര് വരും, നരേന്ദ്ര മോദി. ഇതൊരു കഥയല്ല, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ലോകം ഇന്നെങ്ങനെയാണ്? രാജ്യങ്ങൾ തമ്മിൽ വിശ്വാസം കുറയുന്നു, സുഹൃത്തുക്കൾ ശത്രുക്കളാകുന്നു, യുദ്ധങ്ങൾ സാധാരണമാകുന്നു. പക്ഷേ ഈ എല്ലാ അവസ്ഥകളിലും ഒരു രാജ്യം ശാന്തമായി തന്റെ വഴിയിലൂടെ മുന്നോട്ടു പോയി. ആ രാജ്യം ഇന്ത്യ. ലോകത്തിലെ എണ്ണയുടെ വലിയൊരു ഭാഗം ഒരു ചെറിയ കടൽപാതയിലൂടെയാണ് പോകുന്നത്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഒരു വശത്ത് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ബഹ്റൈൻ. മറ്റൊരു വശത്ത് ഇറാൻ. ഇവിടെയൊക്കെ സംഘർഷം ഉയർന്നാൽ ലോകം തന്നെ നിൽക്കും. കാരണം എണ്ണ നിൽക്കും, വ്യാപാരം നിൽക്കും. ആ സമയത്ത് ലോകം മുഴുവൻ ആശങ്കയിലായിരുന്നു. പക്ഷേ ഒരു രാജ്യം എല്ലാവരോടും സംസാരിച്ച് തന്റെ വഴിയൊരുക്കി. ഇന്ത്യ. 2022 ലോകം ഞെട്ടിനോക്കിയ ഒരു യുദ്ധം. റഷ്യ മറ്റും യുക്രൈൻ. ബോംബുകൾ, വെടിയൊച്ച, ഓടുന്ന ജനങ്ങൾ. ഇത് സിനിമയല്ല, യാഥാർത്ഥ്യം. അപ്പോൾ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉക്രൈനിൽ കുടുങ്ങി. അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഭയത്തോടെ കാത്തിരുന്നു. എന്റെ മകൾ തിരികെ വരുമോ? അപ്പോൾ ഒരു നേതാവ് തീരുമാനിച്ചു, ഒരാളെയും ഞാൻ അവിടെ വിടില്ല. അങ്ങനെ വിമാനങ്ങൾ പോയി, കുട്ടികൾ തിരികെ വന്നു. ഇതൊരു സർക്കാർ നടപടി മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം. യുദ്ധത്തിനു ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറ്റും യൂറോപ്പ് രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. പല രാജ്യങ്ങളും ഭയപ്പെട്ടു, ഇനി എന്തു ചെയ്യണം? പക്ഷേ ഒരു രാജ്യം ശാന്തമായി ചിന്തിച്ചു, എന്റെ ജനങ്ങളുടെ ആവശ്യമാണ് പ്രധാനമെന്ന്. അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ തന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കി. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്ന് ഇസ്രയേൽ മറ്റും പാലസ്റ്റൈൻ. വർഷങ്ങളായുള്ള സംഘർഷം. ലോകം പല വശങ്ങളായി പിരിഞ്ഞു. പക്ഷേ ഒരു രാജ്യം രണ്ടു വശത്തോടും സംസാരിക്കാൻ കഴിയുന്ന രാജ്യമായിരുന്നു. അത് വിശ്വാസത്തിന്റെ ശക്തിയാണ്. ഇന്ന് ലോകം രണ്ടു വശങ്ങളായി തോന്നുന്നു. ഒരു വശത്ത് അമേരിക്കയും യൂറോപ്പും, മറ്റൊരു വശത്ത് റഷ്യയും ചൈന. പക്ഷേ ഒരു രാജ്യമുണ്ടായിരുന്നു, എല്ലാവരോടും സംസാരിക്കുന്ന, എല്ലാവരോടും ബന്ധം നിലനിർത്തുന്ന. അതുകൊണ്ടാണ് ഇന്ത്യയെ ഇന്ന് ലോകം ഗൗരവത്തോടെ കാണുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് വാർത്തകളാണ്, പക്ഷേ നാളെ അത് ചരിത്രമാകും. അന്ന് അവർ എഴുതും, ലോകം സംഘർഷങ്ങളാൽ നിറഞ്ഞിരുന്ന സമയത്ത് ഒരു രാജ്യം ശാന്തമായി എല്ലാവരോടും സൗഹൃദം പുലർത്തി. ആ രാജ്യം ഇന്ത്യ. ആ നേതാവ് നരേന്ദ്ര മോദി. ഇതൊരു പേര് മാത്രമല്ല, ഒരു കാലഘട്ടമാണ്. ജയ് ഹിന്ദ്. ഇങ്ങനെ ഹൃദയത്തിൽ തട്ടുന്ന രാജ്യസ്നേഹത്തിന്റെ സത്യങ്ങൾ, യഥാർത്ഥ ഇന്ത്യക്കാരനായി മാറാൻ പ്രചോദനമായ കഥകൾ, നമ്മുടെ രാജ്യത്തെ അഭിമാനത്തോടെ കാണാൻ സഹായിക്കുന്ന വീഡിയോകൾ, ഇവയെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ. കാരണം ഒരു നല്ല ഇന്ത്യ ഉണ്ടാകണമെങ്കിൽ ആദ്യം നാം നല്ല ഇന്ത്യക്കാരാകണം. രാജ്യം മാറുന്നത് നേതാക്കളാൽ മാത്രമല്ല, നമ്മളാലാണ്. വന്ദേ മാതരം.